നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ഫ്രാഗ്രൻസ് റിവ്യൂ ആയിട്ടാണ്. മിഡിൽ ഈസ്റ്റിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇപ്പം ഈയിടെ എങ്ങാണ്ട് ദുബായിലെ ഏറ്റവും നല്ല പെർഫ്യൂമിനുള്ള അവാർഡൊക്കെ കിട്ടിയെന്നൊക്കെ കേട്ട് അൽ മജീദ് ഊദിൻ്റെ നോവാർ എന്ന് പറയുന്നൊരു ഇതാണ് കേട്ടോ. ഇതാണ് ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. നോവാർ ഇതിൻ്റെ ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഇത് ബോക്സ് ഇതുണ്ട്, ബാക്കിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ പെർഫ്യൂം വേർഷനാണെന്നാണ് അവർ പറയുന്നത്. ഇതിനകത്ത് വോളിയം പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 69% ആണ് വോളിയം പറഞ്ഞിരിക്കുന്നത്. അപ്പം നല്ല ഹൈ ഓയിൽ കോൺസെൻട്രേഷൻ ആണെന്നാണ് പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ക്ലാസിക് ഡിസൈനാണ് ബോക്സിൻ്റെത്. ബോട്ടിൽ ഇപ്പം ഇങ്ങനെ ഇത് ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ കൊള്ളാം കേട്ടോ ഈ സാധനം. ഇവർ ഇത്രയും വലിയൊരു ബോക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഒരു ബുക്ക് പോലെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെയാണ് ഈ ബോട്ടിലിരിക്കുക. നല്ല പ്രസൻറ്റേഷനാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു പ്രസൻറ്റേഷൻ. സിംപ്ലിസ്റ്റിക് ആണ് ബട്ട് ക്വയറ്റ് എലിഗൻ്റ് ആണ്, അങ്ങനത്തെ ഉള്ളൊരു സാധനം. ഇതാണ് നോവാർ. 1956 മുതൽ ആശാൻ പെർഫ്യൂമൊക്കെ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ അൽ മജീദിൻ്റെ ഒരു അതിൻ്റെ അവിടെ ഒരു കിരീടമൊക്കെ ആയിട്ടുള്ള ഒരു എംബ്ലോ സാധനം ഏതാണ്ടൊക്കെ ഉണ്ട്. പിന്നെ താഴെ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല പാരമ്പര്യമുള്ള പെർഫ്യൂം കമ്പനിയാണ്. അപ്പോൾ അവർക്ക് അവാർഡൊന്നും കിട്ടിയതിൽ അതിശയമില്ല. അതിലേക്ക് നമുക്ക് വരാം. ബോട്ടിലൊക്കെ അത്യാവശ്യം നല്ല സ്ലീക്ക് ഡിസൈനൊക്കെയാണ്. ഞാനിത് കാണിക്കുന്നതായിരുന്നു നിങ്ങളെ പറ്റിക്കാതിരിക്കാനാട്ടോ. നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ. കൊള്ളാം. ഇവിടെ ഇങ്ങനെ കയറൊക്കെ കെട്ടിയ പോലെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനി ഡിസൈനിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രാഗ്രൻസിലേക്ക് വരാം. അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. നല്ലൊരു രസമുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. വേറൊരു കാര്യമുണ്ട്, യുണീക്ക് സെൻ പ്രൊഫൈൽ അല്ല. ഇതുവരെ എക്സിസ്റ്റ് ചെയ്യാത്തൊരു സെൻ പ്രൊഫൈലല്ല. എനിക്ക് ഇത് കുറേയേറെ നീഷ് പെർഫ്യൂംസിലൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടായ ഒരു ജേണി പോലെയാണ് തോന്നുന്നത്. മജീദിക്ക കുറേ നീഷ് പെർഫ്യൂംസും മണത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പെർഫ്യൂമറുടെ പേര് വേറെ ഏതാണ്ട് കേട്ടോ. അവർ ഡീസൻ്റായിട്ട് ഏതോ പെർഫ്യൂമറെ വിളിച്ചുണ്ടാക്കിയത്. ഒരുപക്ഷെ അവർ പറഞ്ഞു കാണും ഈ DNA വേണം എന്നുള്ളത് പറഞ്ഞു കാണും. പെർഫ്യൂമറുടെ പേര് മാർഗരിറ്റ കരേനി. പേര് കേട്ടിട്ട് ഇറ്റലിക്കാരിയാന്ന് തോന്നുന്നു. പക്ഷേങ്കിൽ നല്ലൊരു ഓപ്പണിംഗ് നോട്ടൊക്കെ സൂപ്പറാണ്. ഇതിൻ്റെ നോട്ട്സ് ഇവർ പറയുന്നത് റാസ്ബെറി മേളിൽ, നടുക്ക് ഐറിസ്, താഴെ ലെതർ, ഊത്, പിന്നെ അംബർ. വുഡ്സി നോട്ട്സ് എന്നാണ് പറയുന്നത്. ഊത് അസച്ച് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഒറിജിനൽ ഊതാണോ ഊത് അക്കോർഡ്സാണോ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേങ്കിൽ നല്ല സ്മെല്ലാണ്. തുടക്കത്തിൽ നമുക്ക് ഈ ഫ്രൂട്ടി സ്മെല്ല്, റാസ്ബെറി തന്നെ ഫ്രൂട്ടി സ്മെല്ല് മുകളിൽ കിട്ടുന്നുണ്ട്. ഞാൻ കയ്യിലടിച്ച് നോക്കാം. നല്ല അത്യാവശ്യം ഓയിൽ കോൺസെൻട്രേഷൻ ഉണ്ട്. ഈ കയ്യിൽ ഇതുണ്ട്, നല്ലതായിട്ട് തിളങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഫ്രൂട്ടി സ്മെല്ല് തന്നെ മേളിൽ കിട്ടുന്നുണ്ട് നമുക്ക്. അത് കഴിഞ്ഞ് അത് ഫ്രാഗ്രൻസ് പതിയെ ഒരു ലെതർ ആൻഡ് ഊത് കമ്പൈൻഡ് അക്കോർഡിലേക്ക് വരും. ആ ഒരു രീതിയിലേക്ക് വരും ഫ്രാഗ്രൻസ് സെറ്റിലായി കഴിയുമ്പോൾ. അതിനൊരു ഏതാണ്ടൊരു അരമണിക്കൂർ കഴിയുമ്പം നല്ല പ്രൊജക്റ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് സെറ്റിലായിട്ട് അത്യാവശ്യം ലെതർ ആൻഡ് ഊത് ആ ഒരു രീതിയിലേക്ക് വരും. പക്ഷേങ്കിൽ ആ സമയം ഇതിന് ഒരു ഐറിസ് നോട്ട് നല്ല പ്രൊനൗൺസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ആ ഐറിസ് നോട്ട് എന്നെ ഓർമ്മിപ്പിച്ചത് വേറൊരു ഫ്രാഗ്രൻസിനെയാണ്. ഞാൻ കാണിച്ചു തരാം. ദൈവനാണ് അവൻ. അമോജ് ഇൻ്റർലൂഡ് ബ്ലാക്ക് ഐറിസ്. ഈ സാധനത്തിനെയാണ് ഐറിസ് നോട്ട് എന്നെ ഓർമ്മിപ്പിച്ചത്. ഇത് അടിപൊളി ഫ്രാഗ്രൻസാണ്. ഇത് കമ്പയർ ചെയ്യാനായിട്ടില്ല. ഇത് അമോജ് ഒരു സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നാളെ വരെ ഈ റൂമിൽ ഇതിൻ്റെ മണമായിരിക്കും കേട്ടോ. അമോജ് പോലെ കേട്ടോ. ആ ഒരു ഐറിസ് ശരിക്കും പ്രൊനൗൺസ്ഡ് ആണ് ഇതിനകത്ത്. അതായത് ഡാർക്ക് ഐറിസ് നല്ല രീതിയിൽ പ്രൊനൗൺസ്ഡാണ് ഇതിൻ്റെ അകത്ത്. എനിക്ക് നല്ല രീതിയിൽ സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഊതും ലെതറുമായിട്ട് ചേരുമ്പോൾ ഉള്ള ആ ഒരു അപ്പീൽ ഭയങ്കര. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഇതിന് ഈ പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് ഫ്രാഗ്രൻസ് എന്നുള്ളൊരു അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ആ ഐറിസ് നല്ല രീതിയിൽ ഊതും ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സംഗതി.
ബ്ലെൻഡിങ് അടിപൊളിയാണ്. കാരണം ഐറിസ് ശരിക്കും മണത്തിട്ടുള്ളവർക്കല്ല അത് പൊങ്ങി വരുന്നത് എല്ലാവർക്കും അറിയത്തില്ല. ഒരു ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തീരെ പാടാണ് ആ ഐറിസ് റെക്കഗ്നൈസ് ചെയ്യാൻ. പിന്നെ അടുത്ത എനിക്ക് റാസ്ബെറി നോട്ട് മേളി വന്നിരിക്കുന്ന കാരണം, ഊത് താഴെ വന്നിരിക്കുന്ന കാരണം, ലെതറും കൂടെ ഉള്ള കാരണം എനിക്ക് പിന്നെ തോന്നിയ ഒരു ഫ്രാഗ്രൻസ് സിമിലാരിറ്റി ഇവനാണ്. ഓംബ്രെ നോമാഡ്. ഓംബ്രെ നോമാഡുമായിട്ട് അത്യാവശ്യം സിമിലാരിറ്റി ഉണ്ട്. നമുക്ക് ഇപ്പുറത്ത് അടിച്ചു നോക്കാം ഓംബ്രെ നോമാഡ്. അൽമജീദ് ഊത് ഈ ഓംബ്രെ നോമാഡിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ അടിച്ചാൽ അൽമജീദ് ഊത് ഡാർക്കർ സൈഡിലേക്കാണ് പോകുന്നത്. ഈവൻ ദോ ഫ്രൂട്ട്സ് അതിനകത്തുണ്ടെങ്കിലും, ഫ്രൂട്ടി അക്കോർഡ്സ് അതിനകത്തുണ്ടെങ്കിലും ഡാർക്കർ ടേക്കാണ് അത് എടുക്കുന്നത്. ഓംബ്രെ നോമാഡ് കൈൻഡ് ഓഫ് സോർട്ട് ഓഫ് ഫ്രഷ് ടേക്കാണ് എടുത്തിട്ടിരിക്കുന്നത്. അതായത് അതിനകത്ത് ഫ്രൂട്ടി സാധനങ്ങൾ നല്ല ഫ്രഷായിട്ട് മണക്കും. ഫ്രഷായിട്ട് മണത്തിട്ട് ഈ ദഹനലൂതിൻ്റെ ഒരു സംഗതിയുണ്ട്, ഒരു റോ ഒരു ക്യാരക്ടറുണ്ട്. ആ സാധനം ഓംബ്രെ നോമാഡിലുണ്ട്. പക്ഷേ ഭയങ്കര ഡൈല്യൂട്ട് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഒഫെൻസീവ് ഒന്നുമല്ല, അത് കിട്ടും. അത് നമുക്ക് പിന്നെ ഉള്ളൊരു പെർഫ്യൂം ഗുച്ചി ഇന്ത്യൻ സൂതാണ്. ഇത് നല്ലൊരു ഫ്രഷർ ടേക്കാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതേ DNA തന്നെ ഉള്ളത് ഊത് മറക്കൂജയാണ്. ഊത് മറക്കൂജ നമുക്കിത് ഇവിടെ സ്പ്രേ ചെയ്ത് നോക്കാം. ഇന്ന് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഊത് മണത്തിട്ട്. ഇത് കഴിഞ്ഞൊന്ന് കുളിക്കേണ്ടി വന്നേക്കും. ഊത് മറക്കൂജ, ഓംബ്രെ നോമാഡ്, അമോജ് ഇന്റർലൂഡ് ബ്ലാക്ക് ഐറിസ്, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തത്. ഇതിനകത്ത് ഏറ്റവും കിടിലൻ സാധനം ഊത് മറക്കൂജ കേട്ടോ. ഓംബ്രെ നോമാഡ് റാസ്ബെറി ഒക്കെ എടുത്തിട്ട് ആ ഒരു ഊതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നല്ല രീതിയിൽ ആവാഹിച്ചിട്ട് ആ ഒരു രീതിയിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. നല്ല സ്മൂത്താണ്. ഊത് മറക്കുജ അതിനേക്കാൾ സ്മൂത്താണ്. പക്ഷേ ഇതിനെ ഭയങ്കര വ്യത്യസ്തമാക്കുന്നൊരു സാധനമുണ്ട്, പാഷൻ ഫ്രൂട്ട്. അപ്പം ഈ റാസ്ബെറിക്ക് പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത് പാഷൻ ഫ്രൂട്ടാണ് വിത്ത് ഊത് വൈബാണ്. ഇത് വേറെ ലെവലാണ്. ഊത് മറക്കുജ വേറെ ലെവലാണ്. ഈവൻ ദോ ഓംബ്രെ നോമാഡിൻ്റെ DNA ഇൻസ്പയർഡ് ആയി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റൈലിൽ ചെയ്തതാണെങ്കിൽ പോലും ഊത് മറക്കൂജ വേറെ ലെവലാണ്. അപ്പം ഇതാണ് നോവാർ. നോവാർ ശരിക്കും പറഞ്ഞാൽ സെൻ പ്രൊഫൈൽ നല്ലതാണെങ്കിൽ പോലും ഓംബ്രെ നോമാഡിനെ ഊത് മറക്കൂജയുടെ അത്രയും എനിക്ക് അങ്ങനെ വലിയൊരു കിക്കിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷേങ്കിൽ അത്യാവശ്യം അതിന് അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഒരു നല്ല ബ്ലെൻഡിങ് ആണ് ആ ലെതറും ഐറിസും എല്ലാം കൂടെ ചേർന്ന്. എനിക്ക് തോന്നുന്നു അതായിരിക്കണം ഇതിന് അവാർഡ് കിട്ടിയത്. അവർ ഫ്രാഗ്രൻസ് ഒരു കൺസിഡർ ചെയ്യുമ്പം പല കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമല്ലോ. അതിനകത്ത് ആ ബ്ലെൻഡിങ്, അതിൻ്റെ ആ ഒരു രീതി ഒഫെൻസീവ് അല്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു 4-5 മണിക്കൂറേ മാക്സിമം ഇത് പെർഫോം ചെയ്ത് കിട്ടുള്ളൂ ചൂടുള്ള സ്ഥലത്തൊക്കെ. മിഡിൽ ഈസ്റ്റേൺ GCC കൺട്രീസിലൊക്കെ കുറച്ചുകൂടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ UK പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു രാവിലെ അടിച്ചാൽ ഒരു വൈകുന്നേരം വരെയൊക്കെ ഉണ്ടാവും. ഇത്രയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം പെർഫോമൻസ് നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് 150 മില്ലി ഉണ്ട് ഈ സാധനം. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരു ഡീക്കൻ്റൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് ഇടയ്ക്ക് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. തന്നെയല്ല ഇത് എവരി ഒക്കേഷനൊന്നും അല്ല. നൈറ്റ് ഔട്ട് അല്ലെങ്കിൽ വിൻ്റർ ആ രീതിയിൽ പോകുമ്പോൾ, പിന്നെ നിങ്ങൾക്ക് മോസ്കിലൊക്കെ പോകുമ്പോൾ അടിക്കാനായിട്ട് പറ്റിയൊരു സാധനം ഇത് കേട്ടോ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈദ്, പെരുന്നാൾ, മോസ്ക്, അങ്ങനത്തെ സ്ഥലങ്ങൾ, പള്ളി, അമ്പലം, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷങ്ങൾ, രാത്രി, ഈവനിങ് ഔട്ട്, അങ്ങനത്തെ സ്ഥലങ്ങൾ, പിന്നെ പബ്ലിക് ഫംഗ്ഷൻ. ഞാൻ പറയും ഇപ്പോൾ ഈവനിങ്ങിൽ നടക്കുന്ന കല്യാണ പാർട്ടികൾ, കല്യാണ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ അടിച്ചിട്ട് പോയാൽ മിന്നിക്കും. ഒരു 10 പേരെങ്കിലും ചോദിച്ചിരിക്കും ഇതെന്താണ്. കോംപ്ലിമെൻറ്റ് മാഗ്നറ്റാണ്. ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും ഇതെന്തോ സാധനം. കാരണം ഈ മർജൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കയറുന്ന പോലെ ഇവൻ പ്രൊജക്റ്റ് ചെയ്ത് കയറുന്നുണ്ട്. ആദ്യത്തെ 3 മണിക്കൂർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊജക്ഷനുണ്ട്. അപ്പം പിന്നെ വില എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പം സൗദിയിൽ നിന്നല്ലേ ഈ സാധനം ഇറങ്ങുന്നത്. ഊത് മറക്കുജയുടെ മണം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഫ്രാഗ്രൻസ് ഉണ്ടായിട്ട് അവൻ നല്ല ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പള്ളിയിൽ നിന്നല്ലേ ഇറങ്ങുന്നത്. അപ്പം പള്ളിയിൽ നിന്നല്ലല്ലോ, സൗദിയിൽ നിന്നല്ലേ ഇത് ഇറങ്ങുന്നത്. സൗദിക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വില കുറച്ച് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ നല്ല പൈസ കൊടുത്താണ് ഇത് വാങ്ങിക്കാറ്. അപ്പം സൗദിയിൽ നിന്നൊക്കെ വരുമ്പോൾ ഗിഫ്റ്റൊക്കെ ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ കേരളത്തിലൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ഇത് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
കാരണം മർജൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ട് ആളുകൾ മടുത്തിട്ടുണ്ടാവുമല്ലോ. മർജ് തന്നെ കിട്ടിയ 6 മർജൊക്കെ കിട്ടിയവരുണ്ട്. അപ്പം എന്നിരുന്നാലും ഇത്രയൊക്കെയാണ് ഈ ഫ്രാഗ്രൻസിൻ്റെ വിശേഷം. ഞാൻ അധികം വലിച്ചൊന്നും നീട്ടുന്നില്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡൊക്കെ ആശംസിക്കുന്നു. നല്ലൊരു ഡേയും നല്ലൊരു നൈറ്റും ഒക്കെ ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ കയ്യിൽ പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്തുമായിരുന്നു, നമ്മുടെ ഇബ്രാഹിം അൽ ഖുറൈഷി, ഇബ്രാക്കിൻ്റെ കംപ്ലീറ്റ് ടൊബാക്കോ കളക്ഷൻ. ഫ്രഞ്ച്, ജമൈക്കൻ, അങ്ങ് വേണ്ട ലോകത്തെ ഏതൊക്കെ കൺട്രി ഉണ്ടോ, ബ്രസീൽ, ചൈന ഒഴികെ ബാക്കിയുള്ള അമേരിക്കൻ, ചൈന ഒഴികെ ബാക്കി എല്ലാ കൺട്രീസിനെയും പിടിച്ച് പുള്ളി ടൊബാക്കോ ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഞാനൊരു ടെസ്റ്റർ വരുത്തിയതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ടെസ്റ്റർ ആണെങ്കിൽ പോലും ഓരോ ബോട്ടിലും 10-30 ml വീതമുണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇതൊക്കെ വേറൊരു സെൻ പ്രൊഫൈലിൻ്റെ ഇൻസ്പയർഡ് വെർഷൻസൊക്കെ, അല്ലെങ്കിൽ കോപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് നല്ലതുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം. അപ്പം ഞാനിത് അൺബോക്സ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം എല്ലാവരെയും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേയും നല്ലൊരു നൈറ്റും ഒക്കെ ആശംസിക്കുന്നു. അതുവരേക്കും ബൈ.